ലെച്ചൂസ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് വരാൻ പോകുന്നത്, നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മളതിൽ ഓരോ മന്തും വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ മുന്നോട്ടുള്ള ഒരു വർഷത്തെ ഒരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾ ഇത് എടുക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അട്രാക്ട് ചെയ്യാതിരിക്കുക. കൂടാതെ അതിൽ വേണ്ട ഗൈഡൻസ്, നെഗറ്റീവായ കാര്യങ്ങൾ വരുമ്പോൾ അതിൽ വേണ്ട ഗൈഡൻസ് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നമുക്ക് ആദ്യത്തെ ജനുവരി മന്തിന്റെ കാർഡായിട്ട് ലഭിച്ചിരിക്കുന്നത് ചാരിയറ്റ് ആണ്. ഓക്കെ, അപ്പോ ചാരിയറ്റ് കാർഡിൽ നിന്ന് പറയുന്നത് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ധാരാളം സ്ട്രഗിൾസ് എല്ലാം ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നിലവിൽ ഈ സ്ട്രഗിളിനെ എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏത് പാത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഡിറ്റർമിൻഡ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതായത് നിങ്ങളുടെ മനസ്സും അതുപോലെ തന്നെ മൈൻഡും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. അതിനെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു മന്തിൽ ചിലർക്കൊക്കെ ഒരു കാറ് വാങ്ങാന്, അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാഹനം വാങ്ങാൻ കഴിയുന്നതായിട്ട്, അതുപോലെ തന്നെ പ്ലോട്ട് വാങ്ങാൻ കഴിയുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചിലരൊക്കെ ഡ്രൈവിംഗ് പഠിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സ് പോലുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിലുള്ള കോമ്പറ്റീഷനിലൊക്കെ വിജയിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ധാരാളം കോൺഫ്ലിക്റ്റുകളിലൂടെ സ്ട്രഗിൾ ചെയ്ത് പോകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിലൊക്കെ, അപ്പൊ അവിടെയൊക്കെ നിങ്ങൾക്ക് ധാരാളം ഇമോഷണൽ ആയിട്ടുള്ള ഇൻസ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെയൊക്കെ വിജയിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്യാനായിട്ട് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് അതിന് വേണ്ട വർക്ക് എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിലും വളരെ ലോജിക്കായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയൊക്കെയാണ്. പക്ഷെ ആ നിങ്ങളുടെ പാർട്ട്ണറിനെ പോലും അവർക്കും ധാരാളം ആൻസൈറ്റി ഇഷ്യൂസ് എല്ലാം ഉണ്ട്. അപ്പൊ അതിനെല്ലാം നിങ്ങൾക്ക് ഓവർകം ചെയ്യാനും അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോവാനെല്ലാം കഴിയുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്തിന്റെ കാര്യം ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, അതായത് വയറിനൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പുതിയ എക്സസൈസ് പാറ്റേണുകളെല്ലാം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഏത് തരത്തിലുള്ള എക്സസൈസും ആയിരിക്കാം, നിങ്ങളുടെ ഒരു ഡയറ്റ് പ്ലാൻ ആയിരിക്കാം, നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിരിക്കാം, അതുപോലെ തന്നെ വെയിറ്റ് ലോസിന് വേണ്ടിയായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ വർക്കിലൊക്കെ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വളരെ മോട്ടിവേറ്റഡ് ആയിട്ട്, സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വർക്കിംഗ് എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ ആ ഒരു സ്പേസിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരാനൊക്കെ ഉള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സെൽഫ് കൺട്രോൾ ചെയ്തുകൊണ്ട് മറ്റൊരു കാര്യങ്ങളും നിങ്ങൾ ഡീവിയേറ്റ് ചെയ്യാതെ നിങ്ങളുടെ ഗോൾ എന്താണോ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട്
നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക്, അതുപോലെ അതിന്റെ കോമ്പറ്റീറ്റീവ് എക്സാം അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവിടെയെല്ലാം ഒരു വിജയം കാണുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്കൊരു യാത്ര കാണുന്നുണ്ട്. ആ ഒരു യാത്ര എന്ന് പറയുന്നത് അധികവും നിങ്ങൾക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടൊക്കെയുള്ള ഒരു യാത്ര നിങ്ങൾക്ക് കാണുന്നുണ്ട്. കൂടാതെ ഒരു ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ഹോളിഡേ ട്രിപ്പും ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഒരു യാത്ര നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ ഫെബ്രുവരി മന്തില് എന്തൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് 8 ഓഫ് പെന്റക്കിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഗോളിന് വേണ്ടിയിട്ട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. വളരെയധികം ടൈമും എഫേർട്ടും എല്ലാം അതിന് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് ഹയർ സ്റ്റഡീസ് അതിന് പറ്റിയ ഒരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നു. അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിന് വേണ്ടി വിദേശത്ത് പോകാൻ ഉള്ള ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഒരു അവസരം ലഭിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ, അതുപോലെ തന്നെ നിങ്ങൾ ഏത് ഫീൽഡിലാണോ വർക്ക് ചെയ്യണം അവിടെ നിങ്ങൾക്ക് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കാനെല്ലാം സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഫീൽഡിലാണോ ഉള്ളത് ആ ഒരു ഫീൽഡിൽ നിങ്ങൾ ഒരു മാസ്റ്റർ ആയിട്ട് മാറുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ ഒരു ട്രെയിനർ ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു എക്സ്പേർട്ട് ആയിട്ട് മാറുന്നു. അപ്പൊ അത്രയും നല്ല രീതിയിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന വർക്കിന്, ഹാർഡ് വർക്കിന് എല്ലാം നിങ്ങൾക്കൊരു പ്രതിഫലം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ ഇതുവരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കൊരു റിസൾട്ട് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു, അല്ലെങ്കിൽ മറ്റു പരീക്ഷകൾക്ക് വേണ്ടി കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരുന്നവർക്കൊക്കെ അതിലെല്ലാം ഒരു വിജയം ഉണ്ടാവുന്നതായിട്ട്, നല്ലൊരു റിസൾട്ട് വരുന്നതായിട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ജോബിലൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രൊമോഷൻ, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള റിവാർഡ് ഇതൊക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ക്വാളിഫയിങ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് അത് ക്വാളിഫൈഡ് ആവുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ ചിലപ്പോൾ ഒരു ഓവർലോഡ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അത് ബാധിക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പുതിയ ജോബ്, ഒരു ബിസിനസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാത്തിലും അതിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഒരു സക്സസ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്തിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഒരു ഫിറ്റ്നസ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട്, അതുപോലെ തന്നെ നിങ്ങൾ നിലവിൽ എന്തെങ്കിലുമൊക്കെ ഒരു രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ അതില് നിങ്ങൾക്കൊരു റിക്കവറി ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ എന്ത് തന്നെയാണെങ്കിലും നിലവിലുള്ളതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മാറുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ പാർട്ട്ണർ നല്ലൊരു രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അവരും ഒരു എഫേർട്ട് ഈ റിലേഷൻഷിപ്പിൽ ഇടുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ മാർച്ച് മന്തിൽ എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് ലഭിച്ചിരിക്കുന്നത് 8 ഓഫ് സോർഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ 8 ഓഫ് സോർഡിൽ നമുക്ക് അറിയുന്നത് പോലെ തന്നെ നിങ്ങൾ കുറച്ച് ആ ഒരു മന്തിൽ കുറച്ച് നിങ്ങളൊന്ന് ഒരു വിക്ടിം മെന്റാലിറ്റിയിലേക്ക് പോകുന്നതായിട്ടും, അതുപോലെ തന്നെ ഒരു പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ വരാത്തത് കൊണ്ട് നിങ്ങൾ വളരെ ഹോപ്പ്ലെസ് ആയിട്ട്, അതുപോലെ തന്നെ ഹെൽപ്ലെസ് ആയിട്ട്, ആരെ സഹായിക്കാനില്ല, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി, അങ്ങനെ ഒരു പവർലെസ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു ആൻസൈറ്റി, പേടി, ഉത്കണ്ഠ, അങ്ങനെയുള്ള ഒരു ഫീലിങ്സിലൂടെയൊക്കെ, വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിങ്സിലൂടെ ആ ഒരു മന്ത് കടന്നു പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഒരു പക്ഷെ അത് നിങ്ങളുടെ വർക്കിലുള്ള ആൻസൈറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്ക് എത്താൻ കഴിയില്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കില്ലേ എന്നൊക്കെ ഉള്ള ഒരു തരത്തിലുള്ള ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ടെൻഷനും ഫിയറൊക്കെ നിങ്ങൾക്ക് വരുന്നതായിട്ട്, നിങ്ങളൊരു ട്രാപ്ഡ് ആയിട്ടുള്ളത് പോലെ എല്ലാം അവിടെ കാണുന്നുണ്ട്. ഒരു നെഗറ്റീവ് ഫീലിങ്സ് അവിടെ നിങ്ങൾക്ക് ധാരാളം വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ കരിയറിലായാലും ഏതൊരു
ഫീൽഡിലായാലും ഈ ഒരു തോട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഉള്ളതല്ല. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ആശങ്കപ്പെട്ടുകൊണ്ട്, ഒരുപാട് ഉത്കണ്ഠപ്പെട്ടുകൊണ്ട് നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണത്. അപ്പോൾ ആ ഒരു ബാരിയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓവർകം ചെയ്ത് പുറത്തേക്ക് വരാനായിട്ട് കഴിയും. അപ്പൊ നിങ്ങൾ ഈ നെഗറ്റീവ് തോട്ട്സ് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നിങ്ങൾ അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. നമ്മൾ പറയില്ലേ, തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. ആ ബോക്സിന്റെ പുറത്തേക്ക് വരിക, അല്ലെങ്കിൽ പുറത്തു നിന്ന് ചിന്തിക്കുക എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിൽ നിന്നും പുറത്തേക്ക് വരിക. നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് മനഃപൂർവ്വമായിട്ട് തന്നെ നിങ്ങൾ അതിന് പുറത്തേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും എല്ലാം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആകെ ഒരു ഹോപ്പ്ലെസ് ആയിട്ടൊക്കെ ഉള്ളൊരു കണ്ടീഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച സന്തോഷം നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് സന്തോഷം തരേണ്ട ആള് നിങ്ങളുടെ പാർട്ട്ണർ അല്ല. നമ്മളുടെ സന്തോഷം നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഉള്ളത് ആ കാര്യങ്ങളിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. എല്ലാ കാര്യത്തിനും പാർട്ട്ണറിനെ ആശ്രയിക്കാതിരിക്കുക. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് അവിടെ പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കുറച്ച് മെന്റൽ ഹെൽത്ത്, ഈ പറയുന്ന അനാവശ്യമായ ടെൻഷൻസ് ഒക്കെ കാരണം മെന്റൽ ഹെൽത്ത് ഒക്കെ ഒന്ന് ഡിം ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു ഡിപ്രഷനും ആൻസൈറ്റി ഒക്കെ വരാനുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ കൂടുതൽ കെയർ ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഈ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കുക, ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ വെയിറ്റ് ലോസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകിച്ച് അത് നിങ്ങളുടെ ഈ ഓവർ തിങ്കിങ്ങും ടെൻഷനും കാരണമാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞു, അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള എക്സസൈസ് പാറ്റേൺ ഒക്കെ ചെയ്ത് വെയിറ്റ് ലോസിന് വേണ്ടിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് നല്ലൊരു ടൈമാണ്. വെയിറ്റ് ലോസ് ആവുന്നതൊക്കെ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഐ റിലേറ്റഡ് ആയിട്ടുള്ള, കണ്ണിന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുന്നതായിട്ടോ അല്ലെങ്കിൽ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു പ്രശ്നം വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത നമുക്ക് ഏപ്രിൽ മന്തിന് ലഭിച്ചിരിക്കുന്നത് പേജ് ഓഫ് വാൻസ് ആണ്. പേജ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് വളരെ ഒരു നല്ലൊരു കാർഡാണ്. ഒരു ന്യൂ ആയിട്ടുള്ള നല്ല ഒരു ഗുഡ് ന്യൂസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു ലെറ്റർ, ഒരുപക്ഷെ ആ ലെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ജോബ് ലെറ്റർ ആയിരിക്കാം, അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ആയിരിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ജോബിന് അനുകൂലമായതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അനുകൂലമായിട്ടുള്ളതായിരിക്കാം. കൂടാതെ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ, അതിനെ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ട ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുന്നു. കുറച്ചും കൂടെ വൈഡ് ആയിട്ട് നിങ്ങൾക്ക് തിങ്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. വളരെ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതുപോലെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാനെല്ലാം നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു യങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് എന്നുള്ളതും കൂടി ഓർക്കുക. അതായത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചില കണ്ടീഷനിൽ നിങ്ങൾ തിങ്ക് ചെയ്യാതെ എടുത്തു ചാടി ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കുറച്ചൊന്ന് എന്ത് കാര്യമാണെങ്കിലും തുടങ്ങുന്നത് മുൻപ് ഒന്ന് നിങ്ങൾ അതിന് റീതിങ്ക് ചെയ്തിട്ട് വേണം അതിലേക്ക് കടക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ വളരെ പ്ലേഫുൾ ആയിട്ടുള്ള, വളരെ ഫൺ ആയിട്ടുള്ള, വളരെ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള, പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജിയൊക്കെയാണ് വരുന്നത്. വളരെ 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 എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈം ആയിരിക്കും അതെന്ന് പറയുന്നത്. അത് നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണറും ഒന്നിച്ച് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രകൾ ആവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഒന്നിച്ച്. അതുപോലെ തന്നെ നിങ്ങളുടെ രാത്രിയും പകലും എല്ലാം മനോഹരമായിട്ടുള്ള സമയങ്ങൾ ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള, ഫിസിക്കലി, ഇമോഷണലി, സെക്ഷലി എല്ലാം വളരെ നല്ല രീതിയിലുള്ള ഒരു സമയമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിൽ ആ സമയത്ത് നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് അവിടെ ഒരു അഡ്വൈസ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് പരസ്പരം ഒന്ന് മിസ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു അവസരം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അവിടെ ഒരു യാത്രയൊക്കെ ഉണ്ട്. ഒരു പക്ഷേ യാത്രയുടെ ഭാഗമായിട്ട് ലോങ് ഡിസ്റ്റൻസ് ആയി
ആയി പോവാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മിസ്സിംഗ് ഫീലൊക്കെ കാണിക്കുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു യാത്ര ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസിന്റെ ആവശ്യത്തിനോ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു യാത്ര ആവശ്യമായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പുതിയ ജോബ്, പുതിയൊരു പ്രൊജക്റ്റ്, പുതിയൊരു ബിസിനസ് ഒക്കെ തുടങ്ങുന്നതിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റിലും കൂടി ആയിരിക്കും ആ സമയത്ത് നിങ്ങൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്, പ്രൊമോഷന് വേണ്ടി കാത്തിരിക്കുന്നവർക്കൊക്കെ ഒരു വളരെ നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടൈമാണ് നിങ്ങൾക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ മണി ഫിനാൻസ് ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആവാനും, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഏതിലാണോ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് അതിനുള്ള ഒരു അവസരമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു മാസത്തിൽ, ഈ ഒരു ഏപ്രിൽ മന്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പുതിയൊരു ഡയറ്റ് പ്ലാൻ തുടങ്ങുന്നതായിട്ട്, അത് എക്സസൈസ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ട് ആ ഒരു മാസത്തിൽ കാണുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ മെയ് മന്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ക്യൂൻ ഓഫ് വാൻസ് ആണ്. ക്യൂൻ ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം ടാസ്കുകൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ആ ഒരു മന്തിൽ വരുന്നുണ്ടാവാം. വർക്കിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷനിലൊക്കെ ആയിരിക്കാം. കുറച്ചധികം നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷെ അതെല്ലാം നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു മൾട്ടി ടാസ്കർ ആയിട്ട് നിങ്ങൾ മാറുന്നുണ്ട്. കൂടാതെ നിങ്ങൾ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വ്യക്തിയായി മാറുന്നു, വളരെ കോൺഫിഡന്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ വളരെ ബ്യൂട്ടി, അതുപോലെ ഹാൻസം, ഇങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ട് കാണുന്നത്. അതായത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനു മുൻപുള്ള മാസത്തെ, അതായത് ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു, അത് ഒരു ഫെയിമിലേക്ക് മാറുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് നിങ്ങൾ കുറച്ചും കൂടെ ഫെയിമുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ആളുകൾക്ക് നിങ്ങളോട് വളരെ അട്രാക്ഷൻ ഒക്കെ തോന്നുന്ന ഒരു മാസമൊക്കെ ആയിട്ട് ഇത് കാണുന്നുണ്ട്. കൂടാതെ തന്നെ ഇപ്പോ സിംഗിൾസ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ പുതിയ ഒരു വ്യക്തിയെ കണ്ടുമുട്ടാൻ കഴിയുന്നുണ്ട്. ആ ഒരു പുതിയ വ്യക്തി എന്ന് പറയുന്നത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഹാൻസം ആയിട്ടുള്ള, ഒരല്പം മെച്യൂർ ആയിട്ടുള്ള, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, കോൺഫിഡന്റ് ആയിട്ടുള്ള, അബണ്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പൊ ആ ഒരു വ്യക്തിയുമായിട്ട് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലവ് ലൈഫിലാണെങ്കിലും ഈ തരത്തിലുള്ള പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയൊക്കെ ആയിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ആയാലും നിങ്ങളായാലും എല്ലാം വളരെ കെയറിങ്ങും നർച്ചറിങ്ങും എല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഈ പറയുന്ന പേഴ്സണാലിറ്റി ട്രേറ്റ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അവരെ ബോറടിക്കില്ല. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് അവരുമായിട്ട്, വളരെ രസകരമായിട്ട് അവരുമായിട്ട് മുന്നോട്ട് പോകാനൊക്കെ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു മണിയാണെങ്കിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൺസീവ് ആവാനുള്ള ഒരു അവസരമൊക്കെ ഈ ഒരു മെയ് മാസം ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ എന്തൊക്കെയായാലും വളരെ ഒരു നല്ലൊരു ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള, ഒരു അബണ്ടന്റ് ആയിട്ടുള്ള ഒരു മന്ത് തന്നെയാണ് ആ ഒരു മെയ് മന്ത് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ജൂൺ മാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈസ് ഓഫ് പെന്റക്കിൾസ് ആണ്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എല്ലാ ഏരിയയിലും ഒരു അബണ്ടൻസ് വരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഇപ്പോ നിങ്ങളുടെ വർക്കിലായാലും ഹെൽത്തിലായാലും റിലേഷൻഷിപ്പിലായാലും എല്ലാം വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, ഒരു അബണ്ടന്റ് ആയിട്ടുള്ള, പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു മന്ത് ആയിരിക്കും ഈ ജൂൺ മന്ത് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് പുതിയ കുറെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോ നിങ്ങൾക്ക് പുതിയൊരു ജോബ് ആയിരിക്കാം, പുതിയൊരു ബിസിനസ് ആയിരിക്കാം, പുതിയൊരു പ്രോജക്റ്റ് ആയിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളൊരു പുതിയൊരു ഗോള് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഡ്രീമിലേക്ക് നിങ്ങൾ എത്തുന്നതായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ
ഒരു പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങുന്നതായിട്ട്, ഒരു ലാൻഡ് വാങ്ങുന്നതായിട്ട്, അങ്ങനെയുള്ള കുറച്ച് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു മന്ത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കൂടാതെ പെട്ടെന്നൊരു മണിയുടെ ഒരു ഓവർഫ്ലോ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതായത് മേ ബി ലോട്ടറി പോലുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിട്ടി എന്തെങ്കിലും ലഭിക്കുന്നതായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓവർഫ്ലോ അവിടെ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നിങ്ങൾ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സേവിങ്സുകൾ ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട്, അതുപോലെ LIC അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റുകളിലേക്കൊക്കെ നിങ്ങൾ നിക്ഷേപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്ക് വളരെ നല്ല ഒരു അബണ്ടന്റ് ആയിട്ടുള്ള, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ നിലവിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നു, അല്ലെങ്കിൽ ഒരു അബണ്ടൻസ് വരുന്നു, ഒരു ഹാർമണി വരുന്നു. കൂടാതെ പുതിയ ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നവർക്ക് ഒരു പുതിയൊരു പേഴ്സൺ, ഇതുപോലെ കുറച്ച് ഫിനാൻഷ്യലി സ്റ്റേബിൾ ഒക്കെ ആയിട്ടുള്ള ഒരു പേഴ്സണെ, പ്രത്യേകിച്ച് നിങ്ങളുടെ വർക്കിംഗ് സ്പേസിൽ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് അവിടെ നിന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു നിങ്ങളുടെ ആ ഒരു സ്പേസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു വ്യക്തിനെ ലഭിക്കുന്നുണ്ട്. അതെന്ന് പറയാം, ആ വ്യക്തി എന്ന് പറയുന്നത് കുറച്ച് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനും ഒരു അസറ്റ് ആയിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നും. അതുപോലെ ആ റിലേഷൻഷിപ്പ് ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് കമ്മിറ്റ്മെന്റിലേക്ക് പോകുന്ന ഒരു റിലേഷൻഷിപ്പും കൂടി ആയിരിക്കും. നിലവിലെ നിങ്ങളുടെ റിലേഷൻഷിപ്പും വളരെ കമ്മിറ്റ്മെന്റിലേക്ക് പോകുന്നതായിട്ടും അതിലും വളരെ ഒരു സ്റ്റെബിലിറ്റി, അബണ്ടൻസ് ഒക്കെ വരുന്നതൊക്കെ ആയിട്ടാണ് കാണുന്നത്. ഇനി നിങ്ങളുടെ ജൂലൈ മന്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ലഭിച്ചിരിക്കുന്നത് ദ ഫൂൾ കാർഡാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, അപ്രതീക്ഷിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അവിടെ നിങ്ങൾ പതറിപ്പോകാതെ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് അവിടെ പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിജയം തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ന്യൂ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും. ഒരുപക്ഷെ ഒരു ന്യൂ ട്രാവൽ പ്ലാൻ ആയിരിക്കാം. ഈ ഒരു പുതിയൊരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട്. ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനു മുൻപ് ഒരിക്കലും പോവാത്ത ഒരു സ്ഥലമാവാനുള്ള ഒരു സാധ്യതയും കൂടെ അവിടെ കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വളരെ എക്സൈറ്റഡ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ റിലേഷൻഷിപ്പ് ഒക്കെയാണ് വരുന്നതെങ്കിൽ അത് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കമ്മിറ്റ്മെന്റ് ഒരല്പം കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഒരുപക്ഷെ ആ വ്യക്തിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെന്റ് തരാൻ അയാൾ റെഡി ആവാനുള്ള ഒരു സാധ്യതയൊന്നുമില്ല. അയാളോ അവരോ റെഡി ആവാനുള്ള സാധ്യതയില്ല. അപ്പൊ അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ മറ്റ് എല്ലാ രീതിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും എല്ലാം അവിടെ നിങ്ങൾക്കൊരു വളരെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു കാര്യം മാത്രം, ആ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നല്ലൊരു എൻജോയ്മെന്റും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നുണ്ട്. അത് ട്രൂ ലവ് ആണോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം. അല്ല എങ്കിൽ ആ ടൈമിൽ ഒരുപക്ഷെ ഒരു ട്രൂ ലവ് നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ള ഒരു കാര്യം കൂടി ഒരു ഗൈഡൻസ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കാൻ ഉള്ള സാധ്യതയുണ്ട്. അതിനു വേണ്ട പുതിയ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിലവിൽ നിങ്ങളുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലായാലും നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് വരുന്നു. അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ ബിസിനസ് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ട പുതിയ പുതിയ ഐഡിയാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങളുടെ ജോലിയിലായാലും നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ ആയാലും ചില വ്യക്തികൾ നിങ്ങളെ ഒന്ന് പുറകിലേക്ക് വലിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കാത്ത ആളുകളായിരിക്കാം. അപ്പൊ അത്തരം ആളുകളെ കണ്ടുപിടിച്ച് നിങ്ങൾ മാറ്റി നിർത്താൻ ശ്രമിക്കേണ്ടതാണ്. ഓക്കെ. പിന്നെ നമുക്കിവിടെ പറയാനുള്ളത്, നിങ്ങളുടെ ഹെൽത്തിന്റെ കേസിലും നിങ്ങൾ ഒന്ന് കെയർഫുൾ ആവേണ്ടതുണ്ട്. ചെറിയ ആക്സിഡന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ
സംഭവിക്കാം. അപ്പൊ നമ്മളുടെ അശ്രദ്ധ മൂലം അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോ കുറച്ചും കൂടെ നിങ്ങൾക്ക്, അപ്പൊ ഇത് പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ കുറച്ചും കൂടി കെയർഫുൾ ആയിട്ട് ഇരിക്കുക. ഓക്കെ, പ്രത്യേകിച്ച് ഡ്രൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് മുന്നോട്ട് പോവുക. അതിന് വേണ്ടിയിട്ട് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. എന്തായാലും ഒരു എക്സ്ട്രാ കെയർ നിങ്ങൾക്ക് ഈ ഒരു മന്ത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു പുതിയ ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ ഒരു പ്രഗ്നൻസിക്കൊക്കെ ഉള്ള ഒരു സാധ്യത ആ ഒരു മാസം, ഈ ജൂലൈ മാസം ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ ഓഗസ്റ്റ് മന്ത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് ക്വീൻ ഓഫ് കപ്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. അതും ഈ പറഞ്ഞതുപോലെ വളരെയധികം നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും വളരെയധികം ലവ്, കെയറിങ്, അതുപോലെ തന്നെ അതെല്ലാം ലഭിക്കുന്നതായിട്ട്, അതുപോലെ നിങ്ങൾ ഭയങ്കര ഇമോഷണലി സ്റ്റേബിൾ ആവുന്നതായി കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആവണമെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ അതൊരു വളരെ നല്ലൊരു ടൈമാണ് എന്ന് നമുക്ക് പറയാം. കൂടാതെ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും നിങ്ങളെ നല്ലോണം കേട്ടിരിക്കും, നല്ലൊരു ലിസണർ ആയിട്ട് മാറുന്നു. നിങ്ങൾ അതുപോലെ നല്ലൊരു ലിസണർ ആവുന്നുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ഉള്ള ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഡെവലപ്മെന്റിനും ഗ്രോത്തിനൊക്കെ വളരെ നല്ലൊരു ടൈമായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അറിയാലോ, ഇപ്പൊ ആർട്ടിസ്റ്റിക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡ്രോയിങ് അല്ലെങ്കിൽ ഡാൻസ് അല്ലെങ്കിൽ പാട്ട്, അങ്ങനെ അങ്ങനെ ഏത് ഫീൽഡും ആകാം. അപ്പൊ അതിലെല്ലാം അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആളുകൾ, ഓക്കെ, അങ്ങനെ ഏത് ഫീൽഡിലാണെങ്കിലും ഈ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഇത് വളരെ നല്ലൊരു ടൈം ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങൾ വളരെയധികം മെച്യൂർ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ ഒരു ഇമോഷണൽ സെക്യൂരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഫീലിങ്സ് ഷെയർ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതുപോലെ പുതിയ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കാണെങ്കിലും വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പുതിയ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. വളരെ ഫെയ്ത്ത്ഫുൾ ആയിരിക്കാം, അവർ വളരെ സത്യസന്ധരാണ്, വളരെ ലോയൽ ആണ്, അങ്ങനെയുള്ള ഒരു വ്യക്തി. പക്ഷെ ഒരല്പം ഷൈ ആയിട്ടുള്ള ഒരു വ്യക്തി ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി ഈ ഒരു മന്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇമോഷണലി മാത്രമല്ല, നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടും കൂടി ഒരു ഫുൾഫിൽമെന്റ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇമോഷണലി ഒരു നല്ല ഒരു വളരെ ഹാപ്പി ആയിട്ട് വളരെ നർച്ചറിങ് ആയിട്ടൊക്കെ ഉള്ള ഒരു എനർജിയാണ്, ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. അത് കൂടാതെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കെയറിങ് ആവശ്യമായിട്ടുള്ള ഒരു പ്രൊഫഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ പുതിയൊരു കോഴ്സിന് വേണ്ടിയൊക്കെ ശ്രമിക്കുന്നതാണെങ്കിൽ ആ ഒരു ഫീൽഡൊക്കെ കുറച്ചുകൂടെ നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. അതായത് നഴ്സിംഗ്, അതുപോലെ ഡോക്ടർ, കൗൺസിലർ, ഹീലർ, ഒരു ടീച്ചർ, അങ്ങനെയൊക്കെയുള്ള അങ്ങനെയുള്ള ഒരു കെയറിങ് ആവശ്യമായിട്ടുള്ള ഫീൽഡിൽ, അല്ലെങ്കിൽ ഒരു ഹീലിംഗ് ആവശ്യമായിട്ടുള്ള ഫീൽഡ്, അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യണവർക്കൊക്കെ വളരെ നല്ലൊരു ടൈമാണ്. അവരുടെ ആ ഒരു ഫീൽഡിൽ അവർക്ക് വളരെയധികം ഉയർച്ച ഉണ്ടാവുന്ന ഒരു ടൈമും കൂടിയാണ് ഈ ഒരു ഓഗസ്റ്റ് മന്ത് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ എന്തെങ്കിലും രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അത് നിങ്ങൾ കുറച്ചും കൂടെ കെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കും അതുപോലെ നിങ്ങൾ സ്വയം നിങ്ങളുടെ കാര്യങ്ങൾ കെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് മറ്റ് ആളുകളെ കെയർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനും കൂടെ വരുന്നുണ്ട്. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഒരു അവസ്ഥ കൂടെ വരുന്നുണ്ട്. അപ്പം കൂടാതെ നിങ്ങളുടെ ശരീരത്തോടൊക്കെ വളരെയധികം കമ്പാഷനേറ്റ് ആയിട്ടിരിക്കുക. വളരെ നിങ്ങളുടെ സൗന്ദര്യത്തിലേക്ക് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആയി മാറുന്നതൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുതന്നെയായാലും പിന്നെ അതുപോലെ നിങ്ങൾ എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരുമ്പോൾ സ്വയം ട്രീറ്റ് ചെയ്യാതെ അതിനാവശ്യമായിട്ടുള്ള മെഡിക്കൽ ഹെൽപ്പ് നിങ്ങൾ തേടേണ്ടതാണ് എന്നുള്ള ഒരു ഗൈഡൻസും കൂടെ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നത്
സെപ്റ്റംബറിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് 9 ഓഫ് വാൺസ് ആണ്. ഓക്കെ, ഈ 9 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറെ അധികം നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ പലതരത്തിലുള്ള തകർച്ചകളിലൂടെ, കോൺഫ്ലിക്റ്റുകളിലൂടെ എല്ലാം കടന്നുപോയി അതിൽ നിന്നൊക്കെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് നിങ്ങളുടെ ജോലിയിലായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നൊക്കെ നിങ്ങൾ പല കാര്യങ്ങളും ലേൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് തളർന്ന ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് നിങ്ങളുടെ ലാസ്റ്റ് പുഷാണ്. നിങ്ങൾ നിങ്ങളുടെ വിജയത്തിന്റെ തൊട്ടരികെ തന്നെയാണ് നിൽക്കുന്നത്. ആ ലാസ്റ്റ് പുഷ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായും ആ ഒരു സക്സസിലേക്ക് എത്തുക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ പറയാനുള്ളത് കീപ് ഗോയിങ്, നിങ്ങൾ മുന്നോട്ട് പോകുക, വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ഈവൻസ് നിങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത ചില എക്സ്പെൻസുകളൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം. അപ്പൊ അതൊക്കെ കൊണ്ട് നിങ്ങൾ ഒരു അല്പം തകർന്ന അല്ലെങ്കിൽ ഒരു അല്പം ആയിരിക്കാം. ഡോണ്ട് വറി, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരുപക്ഷെ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യമായിട്ടുള്ള രോഗാവസ്ഥകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും നിങ്ങൾ കുറച്ചൊന്ന് കൂടുതൽ കെയർ നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ എന്തു തന്നെ ആയാലും അവിടെ നിങ്ങൾ നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ ഹാർഡ് വർക്കും അയ്യോ ഇതിനൊരു സക്സസ് ലഭിക്കില്ലേ എന്നുള്ള ടെൻഷനും പേടിയും അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ അവസാനത്തെ ജോലിയും കൂടി നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വിജയം ലഭിച്ചിരിക്കും. ഇനി നിങ്ങളുടെ നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നത് ഒക്ടോബർ ആണ്. നമുക്ക് അതിലേക്ക് ലഭിച്ചിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, ഈ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ഒരു ടൈം തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് പുതിയ പ്രപ്പോസൽ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലവ് പ്രപ്പോസൽ ആയിരിക്കാം, അതുപോലെ ജോബിന്റെ ഒരു ഇൻവിറ്റേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ അങ്ങനെ ഒരു ഗുഡ് ന്യൂസ് ആണ്, ജോബ് ഓഫർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഒരു കാര്യം പഠിക്കാനുള്ള ഒരു അവസരമാണ്. അങ്ങനെ ഒരു പുതിയ കാര്യത്തിന് വേണ്ട ഒരു ഓഫർ, ഒരു ഇൻവിറ്റേഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ വെറുതെ നോക്കിയിരിക്കാനുള്ള ഒരു ടൈം അല്ല, നിങ്ങളൊരു ആക്ഷൻ എടുക്കേണ്ട ഒരു ടൈമാണ്. നിങ്ങളുടെ ലോജിക്കൽ മാത്രം തിങ്ക് ചെയ്യാതെ, ഒരു പക്ഷെ ചിലപ്പോൾ ഒരു കോഴ്സ് ഒക്കെ ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയൊരു ജോലിയിലേക്ക് പോവാനൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ഹൃദയം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ഓഫർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ളതാണ്, നിങ്ങൾ മനസ്സുകൊണ്ട് അത്ര ആഗ്രഹിക്കുന്നതാണെങ്കിൽ നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകുക. നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ ലവ് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള, കെയറിങ് ആയിട്ടുള്ള, വളരെ ജെന്റിൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ലവ് ഓഫർ ലഭിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, അത് കൂടാതെ തന്നെ നിലവിൽ റിലേഷൻഷിപ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഒരു വളരെ ഡീപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് വളരെയധികം എക്സൈറ്റഡ് ആയിരിക്കും. ഇനി പുതിയ ജോബ് നോക്കുന്നവർക്ക്, അതുപോലെ പുതിയ കോഴ്സിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾക്കൊരു ഓഫർ അവിടെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ മുൻപെങ്ങാനും അപേക്ഷിച്ച് വെച്ച ഒരു കാര്യമായിരിക്കാം, ഇനി അതിൽ വലിയ പ്രതീക്ഷ ഇല്ലാതിരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു കോഴ്സിന് ആഗ്രഹിച്ച് നിങ്ങൾ അതിനും ചിലപ്പോൾ അത് പ്രതീക്ഷ വിട്ടതായിരിക്കാം, അത് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിലൊക്കെ ആയാലും പലതരത്തിലുള്ള ചാലഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനെല്ലാം വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട്, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പെരുമാറി അതിനെല്ലാം സോൾവ് ചെയ്യാനായിട്ടൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വളരെ നല്ല ഒരു ടൈമാണ്. അതൊക്കെ ഗ്രോ ചെയ്യാനുള്ള ഒരു ടൈമാണ്. അതുപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് പുതിയൊരു ഓഫർ ലഭിക്കുന്നുണ്ട്. ഈ ക്രിയേറ്റീവ് ഫീൽഡിൽ, ആർട്ടിസ്റ്റിക് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പുതിയ ഒരു ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ
നിങ്ങളുടെ ഹെൽത്തിന്റെ കേസിലായാലും നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടിന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യുന്നതാണെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും ലഭിക്കുന്നത്. ഓക്കെ. പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു 20 to 35 ഏജിനുള്ളിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ശരീരമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അത് ലേഡി ആണെങ്കിലും അതുപോലെ തന്നെ പുരുഷനാണെങ്കിലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണുന്നത്. ഓക്കെ. ഇനി നിങ്ങളുടെ നെക്സ്റ്റ് മന്ത് നവംബർ മന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഹയറോഫന്റ് ആണ്. ഈ ഹയറോഫന്റ് എന്ന് പറയുന്നത് വളരെ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അത് നിങ്ങളുടെ എല്ലാവരുടെയും ഫാമിലിയിലുള്ള എല്ലാവരുടെയും സമ്മതത്തോടുകൂടെ അനുഗ്രഹത്തോടുകൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹം നടക്കുന്നതായിട്ട് അല്ലെങ്കിൽ എൻഗേജ്മെന്റ് നടക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു അറേഞ്ച് മാരേജ് ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ നല്ലൊരു ടൈമാണ് ഈ നവംബർ മന്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലവ് മാരേജ് അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അംഗീകരിക്കുകയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇതുപോലെ ഒരു കമ്മിറ്റ്മെന്റ് ലോങ് ലാസ്റ്റിംഗ് കമ്മിറ്റ്മെന്റിലേക്ക് പോകുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. ഓക്കെ. അതേപോലെ തന്നെ മറ്റ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ ഉള്ളവരാണെങ്കിലും ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ നിങ്ങളുടെ സ്വപ്നങ്ങളായാലും നിങ്ങളുടെ വാല്യൂസും ട്രഡീഷനും കൾച്ചറും എല്ലാം ഷെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ സിംഗിൾസ് ആയിട്ടുള്ള വ്യക്തികൾക്കും ഇതുപോലെ ഒരു അറേഞ്ച് മാരേജിനൊക്കെ ശ്രമിക്കുന്നവർക്ക് വളരെ സെക്യൂർ ആയിട്ടുള്ള വളരെ നല്ല ലവ് ഒക്കെയുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കാര്യം പറയുന്നത് നിങ്ങളുടെ ജോലിയിലൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ മെച്ചപ്പെടാൻ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡ് ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. പുതിയ ഒരു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പരീക്ഷിക്കാതിരിക്കുക എന്നാണ് പറയുന്നത്. ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് ചെയ്ത് ശീലമുള്ള അതായത് വിജയിച്ച ശീലമുള്ള രീതി തന്നെ നിങ്ങളുടെ വർക്കിലായാലും ബിസിനസ്സിലായാലും എല്ലാം നിങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. അത് നിങ്ങളെ ഒരു സക്സസിലേക്ക് നയിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ നോളേജ് ഒക്കെ നല്ലോണം ഷെയർ ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ടീച്ചർ, മെന്റർ, ട്രെയിനർ അങ്ങനെയുള്ള ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആ ഒരു കഴിവ് കൂടുതൽ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷനൊക്കെ വേണ്ടി നോക്കുന്നവർക്ക് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ അത് നിങ്ങൾക്ക് പുതിയ തരത്തിലുള്ള ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് പോലുള്ള പുതിയ കാര്യങ്ങളെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺവെൻഷനലായിട്ട് നമ്മൾ ചെയ്യുന്ന സാധാരണ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ ഇപ്പൊ ചിട്ടിയോ LIC അങ്ങനെയൊക്കെയുള്ള നമ്മൾ സ്ഥിരമായിട്ട് പൊതുവെ വലിയ പരിക്കുകളൊന്നും ഇല്ലാന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള അല്ലെങ്കിൽ ഏറെക്കുറെ നമുക്കൊരു ധാരണയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹെൽത്തിന്റെ കാര്യത്തിലായാലും നിങ്ങൾ ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ. ഇനി നിങ്ങളുടെ ഡിസംബർ മന്തിന് ലഭിച്ചിരിക്കുന്നത് ലവേഴ്സ് ആണ്. നിങ്ങളുടെ ലൈഫിൽ എല്ലാ തരത്തിലും എല്ലാ ഫീൽഡിലും ഒരു ഹാർമണി, ബാലൻസ്, ഹാപ്പിനെസ് എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. കൂടാതെ അവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ധാരാളം ചോയ്സസും ഉണ്ട്. ഓക്കെ. അത് വർക്കിലായാലും എഡ്യൂക്കേഷനിലായാലും റിലേഷൻഷിപ്പിലായാലും ഒക്കെ ചോയ്സസും ധാരാളം വരുന്നുണ്ട്. അപ്പൊ നല്ല ഒരു ഡിസിഷൻ എടുക്കുക. ഏത് ചോയ്സ് ആണ് അത് നിങ്ങൾ നല്ല രീതിയിൽ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ധാരാളം ഒരു കൺഫ്യൂഷനും ഡിലമയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ചോയ്സുകളുടെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമാണ്. ഈ ജോലി തിരഞ്ഞെടുക്കണോ, ആ ജോലി തിരഞ്ഞെടുക്കണോ, ഈ കോഴ്സിന് പോകണോ, ആ കോഴ്സിന് പോകണോ, അല്ലെങ്കിൽ ഇപ്പൊ വ്യക്തികളാണെങ്കിൽ പുതിയ വ്യക്തികളാണെങ്കിൽ ഈ വ്യക്തിയാണോ ആ വ്യക്തിയാണോ, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് എല്ലാം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ട് ഒരു നല്ല ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ റിലേഷൻഷിപ്പിലായിട്ടുള്ള ആളുകൾക്കാണെങ്കിലും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബോണ്ട്
അത്രയും ഡീപ്പർ ആയിട്ട് മാറുന്നു, അത്രയും ഡീപ്പർ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ട് മാറുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ഒരു സോൾമേറ്റ് കണക്ഷനാണ്, നിങ്ങളുടെ റൊമാൻറ്റിക് ആയിട്ടുള്ള, വളരെ സെക്ഷൽ ആയിട്ടുള്ള, വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷനാണിത്. അത് കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആകാനുള്ളൊരു അവസരം വരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നു. അതുപോലെ റീയൂണിയന് വേണ്ടിയിട്ട്, റിക്കൺസിലേഷന് വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കൊക്കെ വളരെ നല്ലൊരു ടൈമാണിത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അതൊരു കമ്മിറ്റ്മെന്റിലേക്കും പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ സ്പിരിച്വലി, ഇമോഷണലി, മെന്റലി, ഫിസിക്കലി എല്ലാം വളരെ അധികം കണക്റ്റഡ് ആയിട്ട് മാറുന്ന ഒരു മന്താണ് ഡിസംബർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വളരെ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലായാലും നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർഷിപ്പിലായാലും നല്ല നിങ്ങളുടെ സെയിം വേവ് ലെങ്ത് ഒക്കെ ഉള്ള ഒരു ബിസിനസ് പാർട്ട്ണറിനെ നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ സെയിം വേവ് ലെങ്ത് ഉള്ള ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് ഏതൊക്കെ തരത്തിലുള്ള പാർട്ട്ണർഷിപ്പ് ആയാലും അവിടെയൊക്കെ നിങ്ങൾക്ക് നല്ല പാർട്ട്നേഴ്സിനെ കിട്ടുന്നു, നല്ല ഫ്രണ്ട്സിനെ കിട്ടുന്നു. അപ്പോ അങ്ങനെയൊക്കെ ഉള്ള ഒരു വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് നിങ്ങൾക്ക് ഡിസംബറിൽ വരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ജോലിയിൽ ഒരു ചേഞ്ചിനൊക്കെ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് ആ ഒരു ചേഞ്ച് ലഭിക്കുന്നതൊക്കെ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള നിങ്ങളുടെ ഓരോ മന്തിലെയും നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ 2025 നിങ്ങളുടെ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ നമുക്കത് ലഭിച്ചിരിക്കുന്നത് 2 ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്കറിയാം 2 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് കാർഡാണ്. അപ്പോ മെയിൻ ആയിട്ട് നിങ്ങളുടെ ഈ ഒരു ഇയറിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു പാർട്ട്ണർഷിപ്പ് തന്നെയാണ്. വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഏത് തരം റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിൽ വളരെ ഹാർമണി ഉണ്ടാവുന്നു, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നു, ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടാവുന്നു. ഓക്കെ, ടൈം ആയാലും എഫേർട്ട് ആയാലും നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും ഒരുപോലെ ഇടുന്നു. അതിന് യൂണിവേഴ്സിന്റെ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സിനെ ലഭിക്കുന്നു, നല്ല നിങ്ങളുടെ ബിസിനസ്സിനൊക്കെ നല്ല പാർട്ട്നേഴ്സിനെ ലഭിക്കുന്നു. അതുപോലെ നിങ്ങളുടെ പഴയ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ നടക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. പഴയ ഫ്രണ്ട്സിനെ കാണാനായിട്ട്, അവരായിട്ട് നിങ്ങളുടെ സ്നേഹവും സമയമൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നു. അതുപോലെ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിൽ വളരെയധികം അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജോബിലായാലും എഡ്യൂക്കേഷനൊക്കെ ആയാലും നിങ്ങൾക്ക് നല്ല ഓഫറുകൾ ലഭിക്കുന്നു, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ. അങ്ങനെയുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഈ 2025 നിങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ റീയൂണിയനും റീകൺസിലേഷനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനെല്ലാം ഈ 2025 ഇതെല്ലാം നടക്കുന്ന ഒരു വർഷമായിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ ഏത് ഫീൽഡിലാണോ വർക്ക് ചെയ്യണത് ആ ഒരു ഫീൽഡ് നിങ്ങൾ പോപ്പുലർ ആവാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ ചില മാസങ്ങളിൽ 1-2 മാസങ്ങളിൽ നമുക്കത് കൃത്യമായി വന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരു ഫെയിം ഉണ്ടാവുന്നു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ കൂടുതൽ പ്രശസ്തി കിട്ടുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അതുപോലെ റീയൂണിയൻ ഉണ്ടാവുന്നു. അതുപോലെ നിങ്ങളുടെ പലർക്കും മാരേജ്, എൻഗേജ്മെന്റ്, അതുപോലെ തന്നെ പുതിയ ലവ് പ്രപ്പോസല്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എന്ത് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ പോസിറ്റീവായിട്ട് ഒരു നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഒരു കമ്മിറ്റ്മെന്റിലേക്ക് കടക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ ഫിനാൻസിന്റെ കാര്യത്തിലായാലും നമുക്ക് ഒരു മാസം നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് മണി ഓവർഫ്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിട്ടി അതുപോലെയൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ എന്താണെങ്കിലും നിങ്ങൾക്ക് വളരെ ലക്ഷറിയസ് ആയിട്ട് ജീവിക്കാനുള്ള ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ബില്ല് അടച്ചു പോകാനും നിങ്ങളുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനും എല്ലാം പാകത്തിലുള്ള, അല്ലെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് വളരെയധികം കഷ്ടപ്പെടേണ്ടതായിട്ടൊന്നും വരുന്നില്ല. അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ, വളരെ ലക്ഷറിയസ് ആയിട്ട് അല്ലെങ്കിലും വളരെ നോർമൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോവാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ 2025 എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ട് എല്ലാ ഫീൽഡിലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു
എനർജി ഉണ്ടാവുന്ന ഒരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത റീഡിങ്ങിൽ കാണാം. നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്ലെയിം ചെയ്യുക. പിന്നീടായാലും ഈ പറയുന്ന കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളത് അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് അടുത്ത റീഡിങ്ങിൽ കാണാം.